മക്കളെ, ഇന്ന് നമുക്ക് 4ാമത്തെ യൂണിറ്റ് സാത്ത് ചലീം എന്ന യൂണിറ്റിലെ സാത്ത് ചലീം എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നടക്കാം എന്നാണ് നിങ്ങളുടെ യൂണിറ്റിൻ്റെ പേര്. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് സയാനി ബുവ. സയാനി ബുവ എന്ന ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതൊരു കഹാനിയാണ്. സയാനി എന്ന് പറഞ്ഞാൽ സമർത്ഥയായ ബുവ എന്ന് പറഞ്ഞാൽ അമ്മായി, അതായത് അച്ഛൻ്റെ പെങ്ങള്, അച്ഛൻ്റെ സഹോദരി, അതാണ് അമ്മായി ബുവ. സയാനി ബുവ, സമർത്ഥയായ അമ്മായി. മന്നു ഭണ്ഡാരിയാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ ഹാവി ഹെ. സബ് പർ മാനോ ബുവാജി കാ വ്യക്തിത്വ. ബുവാജി എന്ന് പറഞ്ഞാൽ അമ്മായി. അമ്മായിയുടെ വ്യക്തിത്വം ഹാവി ഹെ, സബ് പർ ഹാവി ഹെ എന്നാണ് പറഞ്ഞത്. എല്ലാവരിലും പ്രഭാവം ചെലുത്തുക. ഹാവി പറഞ്ഞാൽ പ്രഭാവം ചെലുത്തുക. എല്ലാവരിലും പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് എന്ന് തോന്നും. അതായത് അമ്മായിയുടെ സ്വഭാവം അങ്ങനെയാണ്, എല്ലാവരെയും സ്വാധീനിക്കുന്ന, എല്ലാവരെയും ചൊൽപ്പടിക്ക് നിർത്തുക, ചിട്ടയിൽ, അതായത് അടുക്കും ചിട്ടയിലും ജീവിക്കാനുള്ള രീതിയാണ് അമ്മായിക്കുള്ളത്. അപ്പം അതുപോലെ തന്നെ മറ്റുള്ളവരെയും അങ്ങനെ തന്നെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അമ്മായിയുടേത്. അപ്പം അങ്ങനെയുള്ള സ്വഭാവം എല്ലാവരിലും പ്രഭാവം ചെലുത്തിയിട്ടുണ്ട് എന്ന് തോന്നും എന്നാണ് ഇവിടെ ലേഖകൻ പറഞ്ഞിരിക്കുന്നത്. സാരാ കാം വഹാം ഇത്തനി വ്യവസ്ഥാസേ ഹോത്ത ജയ്സാ സബ് മെഷീനെ ഹോ. സാരാ കാം പറഞ്ഞ എല്ലാ ജോലിയും, വഹാം ഇത്തനി വ്യവസ്ഥാസേ അവിടെ, ഇത്തനി ഇത്രയും, വ്യവസ്ഥ ഇത്രയും ചിട്ടയായി. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ചിട്ടയോടെ, വളരെയധികം ചിട്ടയോട് കൂടിയിട്ട് എല്ലാ ജോലികളും, ഹോത്ത ജയ്സ സബ് മിഷീനെ ഹോ, എല്ലാ ജോലികളും ചെയ്യും. എല്ലാ ജോലികളും വളരെയധികം ചിട്ടയോട് കൂടിയാണ് ചെയ്യുക. കൃത്യസമയത്ത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചെയ്യും. ജയ്സെ പറഞ്ഞ പോലെ, സബ് മെഷീനെ ഹോ, എല്ലാ മെഷീനാണോ എന്ന് തോന്നും, മെഷീനിലാണോ വർക്ക് ചെയ്യുന്നത് എന്ന് തോന്നുന്ന രീതിയിൽ വളരെ ചിട്ടയോടും അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായിരുന്നു സയാനി ബുവ. ടീക്ക് 5 ബജെ സബ് ലോഗ് ഉഡ് ജാത്തെ. സയാനി ബുവയുടെ വീട്ടിലുള്ള എല്ലാവരും ടീക്ക് കൃത്യം 5 ബജെ 5 മണിക്ക്, കൃത്യം 5 മണിക്ക് ഉഡ് ജാത്തെ എഴുന്നേൽക്കും. ആ വീട്ടിലുള്ള എല്ലാവരും കൃത്യം 5 മണിക്ക് എഴുന്നേൽക്കും. ഫിർ 1 घंटा ബാഹർ മൈതാൻ മേ ടഹൽന ഹോത്ത. ഫിർ പിന്നീട് 1 घंटा 1 മണിക്കൂർ, ബാഹർ പുറത്ത്, മൈതാനത്തിൽ, ടഹൽന ഹോത്ത നടക്കാൻ പോകും. ടഹൽന പറഞ്ഞാൽ ഉലാത്തുക പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ ഇങ്ങനെ നടക്കൂലേ, അതന്നെ. അപ്പം രാവിലെ 5 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് വരെ എല്ലാവരും എന്താ ചെയ്യുക, ആ 1 മണിക്കൂർ സമയം പുറത്ത് നടക്കാൻ വേണ്ടി പോകും. ഉസ്കേ ബാദ് അതിനുശേഷം ചായ് ദൂത് ഹോത്ത, അതിനുശേഷം ചായയോ അല്ലെങ്കിൽ പാലോ എന്തെങ്കിലുമൊക്കെ കഴിക്കും. നടത്തം കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ, പാല് അങ്ങനെയുള്ളതൊക്കെ അവർ കഴിക്കും. ഉസ്കേ ബാദ് അതിനുശേഷം അന്നു കോ പഠനെ കീലിയെ ബൈഠ്ന ഹോത്ത. അതിനുശേഷം അന്നു എന്ന് പറയുന്നത് ബുവാജിയുടെ മകളാണ്. അന്നുവിനെ പഠനെ കീലിയെ പഠിക്കാൻ വേണ്ടിയിട്ട് ബൈഠ്ന ഹോത്ത ഇരുത്തും. അതിനുശേഷം അന്നുവിനെ പഠിക്കാനിരുത്തും. ബായി സാഹബ് ബി തബ് അഖ്ബാർ और ऑफिस की फाइलें देखा करते. ബായി സാഹബ് എന്ന് പറയുന്നത് ബുവാജിയുടെ ഹസ്ബൻഡാണ്. അപ്പോൾ ബുവാജിയുടെ ഹസ്ബൻഡ് തബ് അഖ്ബാർ, അപ്പോൾ ഈ മകൾ പഠിക്കാനിരിക്കുന്ന സമയം, അന്നു പഠിക്കാനിരിക്കുന്ന സമയത്ത് ബായി സാഹബ് ചെയ്യുന്നത് എന്താണ്, അഖ്ബാർ പറഞ്ഞ പത്രം വായിക്കും. അതുപോലെ തന്നെ ഓഫീസ് കി ഫയലേം ദേക്കാ കർത്തേ, ഓഫീസിലെ ഫയലുകളൊക്കെ നോക്കും. പത്രം നോക്കുകയും ഓഫീസിലെ ഫയലുകൾ നോക്കുകയും ചെയ്യും ആര്, ബായി സാഹബ്. ആ സമയത്ത് അന്നു പഠിക്കാനിരിക്കും. 9 ബജ്തേ ഹി നഹാന ശുരു ഹോത്ത. അങ്ങനെ അവർ കുറച്ച് സമയം പേപ്പർ വായിക്കുകയും അതുപോലെ തന്നെ അന്നു പഠിക്കുകയും ഒക്കെ ചെയ്ത്
ഏകദേശം 9 മണിയാകുമ്പം, ഏകദേശം അല്ല കൃത്യം 9 മണിക്ക് തന്നെ, 9 ബജ്തേഹി 9 മണിക്ക് നഹാന ശുരു ഹോത്ത കുളി ആരംഭിക്കും. അവരുടെ കുളിക്കുന്ന സമയമാണ് 9 മണി. 5 മണിക്ക് എഴുന്നേറ്റ് നടക്കാൻ പോകും, അതിനുശേഷം ചായ കുടിക്കും, പിന്നെ അവർ പഠിക്കും, പത്രം വായിക്കും, അതിനുശേഷം എന്താ ചെയ്യുക, 9 മണിയാകുമ്പോൾ കുളിക്കും. जो कपड़े बुआजी निकाल दे वही पहनने होते. जो कपड़े യാതൊരു വസ്ത്രമാണോ ബുവാജി നികാൽ ദേ, ബുവാജി എടുത്തു നൽകുന്നത്, ബുവാജി പുറത്തെടുത്ത് കൊടുക്കുക. ബുവാജി എല്ലാം അടുക്കി പെറുക്കി നന്നായിട്ട് വെക്കുന്ന സ്വഭാവമുള്ള സ്ത്രീയാണെന്ന് ആദ്യമേ പറഞ്ഞു. അപ്പൊ അവർക്ക് ധരിക്കാൻ വേണ്ടിയിട്ട് ഏത് വസ്ത്രമാണോ എടുത്തു കൊടുക്കുന്നത് അതാണ് അവര് ധരിക്കുന്നത്. വഹി പഹനെ ഹോത്തെ, അത് ധരിക്കും, എടുത്തു കൊടുക്കുന്ന വസ്ത്രം ധരിക്കും. ഫിർ फायदे से आकर मेज पर बैठ जाओ और गाकर काम पर जाओ. മേസ് പർ ബൈഠ് ജാവോ ഓർ ഗാക്കർ കാം പർ ജാവോ. പിന്നെ എന്താ ചെയ്യുന്നത്, അങ്ങനെ അവരുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആക്കർ വന്നിട്ട് മേസ് പർ ബൈഠ് ചാവോ, മേസ് പറഞ്ഞ മേശപ്പുറത്ത്, ബൈഠ് ചാവോ അതായത് മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ അവര് കഴിക്കും. മേശപ്പുറത്ത് ഭക്ഷണം വെച്ചിട്ടുണ്ടായിരിക്കും, അത് അവര് കഴിക്കും. ഫായദേ പറഞ്ഞാൽ നിഷ്ഠാക്കെ സാത്ത്, നിഷ്ഠയോടെ, കൃത്യനിഷ്ഠയോടെ. ഫായദേസെ, ഫിർ ഫായദേസെ പിന്നീട് കൃത്യനിഷ്ഠയോടെ. ആക്കർ വന്നിട്ട്, മേസ് പർ മേശപ്പുറത്ത്, ബൈഠ് ജാവോ ഓർ ഗാക്കർ കാം കർ ജാവോ മേശപ്പുറത്ത് വെച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ, മേശപ്പുറത്ത് അതായത് മേശപ്പുറത്ത് ഇരുന്ന് കഴിക്കാന്ന് പറഞ്ഞാൽ അത് മേശേൻ്റെ മുകളിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടാവും, നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ കസാല ഇരുന്നിട്ട് മേശപ്പുറത്ത് വെച്ച ഭക്ഷണം അവർ കൃത്യനിഷ്ഠയോട് കൂടി കഴിക്കും. എന്നിട്ട് കാം പർ ജാവോ ജോലിക്ക് വേണ്ടിയിട്ട് പോകും. सयानी बुआ का नाम वास्तव में ही सयानी था या उनके सयानेपन को देखकर लोग उन्हें सयानी कहने लगे थे. ലേഖകന്റെ ഒരു സംശയമാണ്, ഈ സയാനി ബോയുടെ പേര് യഥാർത്ഥത്തിൽ സയാനി എന്ന് തന്നെയാണോ? യാ ഉനിക്കെ സയാനാപ്പൻക്ക്, അതായത് അവരുടെ ഈ സയാനേപ്പൻ, അവരുടെ ഈ കൃത്യനിഷ്ഠയുള്ള സ്വഭാവം, സമർത്ഥയായിട്ടുള്ള ആ സ്വഭാവം കൊണ്ട് ആളുകൾ, ലോക് പറഞ്ഞ ആളുകൾ, ജനങ്ങൾ, ഉനേം അവർക്ക്, സയാനി കഹ്നെ ലഗേദേ സയാനി എന്ന് പറയാൻ തുടങ്ങിയതാണോ എന്ന് ലേഖകന് അറിയില്ല. സയാനി ബോയുടെ അമ്മായിയുടെ പേര് സയാനി എന്ന് തന്നെയാണോ, അതോ അവരുടെ സ്വഭാവം കൊണ്ട് അവർക്ക് സയാനി എന്ന പേര് കിട്ടിയതാണോ എന്ന് ലേഖകന് കഹിനെ ലഗേദേ സോ തോ മേം ആജ് ബി നഹി ജാൻതിയാ, അത് ലേഖകന് ഇന്നും അറിയുകയില്ല. സയാനി എന്ന് തന്നെയാണോ പേര്, അതോ അവരുടെ സ്വഭാവം കൊണ്ട് അവർക്ക് സയാനി എന്ന പേര് കിട്ടിയതാണോ എന്ന് ലേഖകന് ഇന്നും അറിയുകയില്ല. ബച്പൻ മേ ഹി വേ സമയ കി ജിത്തനി പാബന്ദ് തി. ബച്പൻ പറഞ്ഞ കുട്ടിക്കാലം, കുട്ടിക്കാലത്തിൽ തന്നെ, ബച്പൻ മേ ഹി കുട്ടിക്കാലത്തിൽ തന്നെ, വേ സമയ്ക്ക് അവർ അതായത് ആ സയാനി ബുവ, സമയ്ക്ക് ജിത്തനി പാബന്ദ് തി സമയം, വളരെയധികം സമയത്തില് അച്ചടക്കമുള്ള, പാബന്ദ് പറഞ്ഞ അച്ചടക്കം, സമയത്തിന്റെ കാര്യത്തിൽ വളരെയധികം കൃത്യനിഷ്ഠയും അച്ചടക്കവുമുള്ള ഒരു സ്ത്രീയായിരുന്നു സയാനി ബുവ. അപ്പനാ സാമാൻ സമ്പൽക്കർ രഘുനേമേ ജിത്തനി പടൂതി, അവർ തന്റെ സാധനങ്ങളൊക്കെ, അപ്പനാ സാമാൻ സ്വന്തം സാധനങ്ങൾ, സമ്പൽക്കർ രഘുനെ കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് വെക്കുക. സമ്പൽക്കർ രഘുനേമേ, സമ്പൽക്കർ രഘുന പറഞ്ഞാല് അടുക്കി പെറുക്കി വെക്കുക, നന്നായിട്ട് അടുക്കി വെക്കുക. രഘുനേമേ ജിത്തനി പടൂതി, അങ്ങനെ വെക്കുന്നതിൽ വളരെയധികം, പടു പറഞ്ഞ നിപുണ പറഞ്ഞ കഴിവുള്ള, വളരെയധികം കഴിവുള്ളവളായിരുന്നു സയാനി ബുവ. കുട്ടിക്കാലത്തിലേ അങ്ങനെയായിരുന്നു അവരുടെ സ്വഭാവം. അവർ വ്യവസ്ഥാക്കി ജിത്തനി കായൽ ദി, അതുപോലെ തന്നെ വ്യവസ്ഥ എന്ന ചിട്ട അടുക്കി പെറുക്കി വെക്കുന്നതിലും ചിട്ടയോടും അടുക്കും ചിട്ടയോടും കൂടിയുള്ള ജീവിതം എന്ന് കേട്ടിട്ടില്ലേ, അതിന് അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ജിത്തനി കായൽ ദി, വളരെയധികം കൃത്യതയോടുകൂടി, കായൽ പറഞ്ഞാല് ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്യാം. കായൽ ദി, കായൽ പറഞ്ഞാൽ ശ്രദ്ധ, അടുക്കും ചിട്ടയിലും വളരെയധികം ശ്രദ്ധിക്കുന്നവൾ എന്നുള്ള അർത്ഥം. അടുക്കിലും ചിട്ടയിലുമുള്ള ആ സ്വഭാവത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്ന ഒരു സ്ത്രീയായിരുന്നു സയാനി ബുവ. ഉസേ ദേക്കർ ചകിത് ഹോ ജാന പടുത്താത,
അവരുടെ ആ സ്വഭാവം കണ്ടിട്ട് ചകിത് ഹോജാന പടത അത്ഭുതം തോന്നുമായിരുന്നു. കുട്ടിക്കാലത്തിലെ അവരുടെ സ്വഭാവം അങ്ങനെയാണ്. കുട്ടിക്കാലം മുതലേ അവരുടെ ഇങ്ങനെയുള്ള കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ജീവിത രീതി കണ്ടിട്ട് അത്ഭുതം തോന്നുമായിരുന്നു. कहते हैं जो पेंसिल वे एक बार खरीदती थी वह जब तक इतनी छोटी न हो जाती कि उनकी पकड़ में भी न आए तब तक उससे काम लेती थी. അതായത് കഹത്തേഹെ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? ലേഖകന്റെ അച്ഛൻ എന്ന് പറയുന്നത് ബുവാജിയുടെ സഹോദരനാണ് അല്ലെ. ലേഖകന്റെ അച്ഛൻ പറഞ്ഞു കേട്ട കാര്യം എന്താണ്? ജോ പെൻസിൽ വേ ഏക് ബാർ ഖരീദത്തി, യാതൊരു പെൻസിലാണോ അവർക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. വഹ് ജബ് തക്ക് ഇത്തനി ചോട്ടി ന ഹോ ജാത്തിക്ക്, ജബ് തക്ക് എപ്പോൾ വരെയാണോ, ഇത്തനി ചോട്ടി ഇത്രയും ചെറുത്, ന ഹോ ജാത്തിക്ക് ഉൻകി പക്കടമേ ന ആയേ, അതായത് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അത്ര ചെറുതാവുക. തബ് തക്ക് ഉസേ കാം ലേത്തി ദി, അതായത് ലേഖകന്റെ അച്ഛൻ പറഞ്ഞു കേട്ട ഒരു കാര്യം, ഈ സയാനി ബുവ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്തെ, സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ അവർക്ക് വാങ്ങിയിട്ടുള്ള പെൻസിൽ അത് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ചെറുതാവുന്നത് വരെ അതുകൊണ്ട് തന്നെ എഴുതും. അത് കളഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോവുകയോ ഒന്നും ചെയ്യൂല. കൃത്യതയോട് കൂടിയിട്ട് ആ പെൻസിൽ ഉപയോഗിക്കും. അത് ചെറുതായി അത് കയ്യിൽ പിടിക്കാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ട് പോലും അത് അത്രയും ചെറുതാവുന്നത് വരെ അത് കൃത്യതയോട് കൂടിയിട്ട് ഉപയോഗിക്കുന്ന സ്വഭാവമായിരുന്നു സയാനി ബുവയ്ക്ക് ഉണ്ടായിരുന്നത്. जो रबड़ उन्होंने चौथी कक्षा में खरीदी थी उसे 9वीं कक्षा में आकर समाप्त किया. ജോ റബഡ്, യാതൊരു റേസർ ആണോ അവർക്ക് വേണ്ടിയിട്ട് 4ാം ക്ലാസ്സിൽ നിന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ചൗദി കക്ഷ 4ാം ക്ലാസ്സിൽ നിന്നും വാങ്ങിയ റേസർ 9വീം കക്ഷ 9ാം ക്ലാസ് വരെ അത് തീർക്കാതെ 9ാം ക്ലാസ് വരെ ഉപയോഗിക്കുമായിരുന്നു. उनकी एक बात पिताजी हम लोगों के सामने उदाहरण के रूप में रखते थे. അവരുടെ ഓരോരോ കാര്യങ്ങൾ, ഈ ബുവായുടെ സയാനി ബുവയുടെ ഓരോ കാര്യങ്ങൾ, അവർ കുട്ടിക്കാലങ്ങളിലേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പിതാജി അച്ഛൻ ഹം ലോഗോംസെ ഞങ്ങളോട്, ഹം ലോകം കെ സാമനെ ഞങ്ങളുടെ മുമ്പിൽ ഉദാഹരണക്കെ രൂപമേരക്തത് ഉദാഹരണ സഹിതം നിരത്തുമായിരുന്നു. അതായത് സയാനി ബുവ കുട്ടിക്കാലങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് എന്ന കാര്യം ഉദാഹരണ സഹിതം അച്ഛൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ടായിരുന്നു എന്നാണ് ലേഖകൻ പറഞ്ഞത്. जिसे सुनकर हम सभी गैर मनाया करते थे कि वे ससुराल में ही रहा करें वरना हम जैसे अस्त व्यस्त और अव्यवस्थित जनों का तो जीना ही हराम हो जाएगा. അപ്പൊ ലേഖൻ പറയാണ്, ജിസേ സുൻകർ, ഇതെല്ലാം കേൾക്കുമ്പോൾ സയാനി ബുവയുടെ കുട്ടിക്കാലത്തിലുള്ള സ്വഭാവം തന്നെ കേൾക്കുന്ന സമയത്ത് ഹം സബി ഞങ്ങളെല്ലാവരും ഗൈർ മനായ കർത്തേതേ ഞങ്ങളെല്ലാവരും സമാധാനിച്ചിരുന്നു. ഗൈർ മനാന ബലായി ചാഹിന, നന്മ ആഗ്രഹിക്കുക എന്നർത്ഥം, നന്നായി എന്ന് വിചാരിക്കുക. അതേതായാലും നന്നായി എന്ന് ചിന്തിക്കൂലേ. ഗൈർ മനായ അത് നന്നായി എന്ന് ഞങ്ങൾ ചിന്തിക്കുമായിരുന്നു. എന്ത് നന്നായി എന്നാണ് ചിന്തിക്കാറുണ്ടായിരുന്നത്? സസുരാൽമേഹി രഹാ കരേം, ആര്? അവര്, വേ അവർ, അതായത് ബുവ. ആ സസുരാൽ പറഞ്ഞാൽ ഭർത്തൃഗൃഹം, ഭർത്താവിൻ്റെ വീട്. ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് ഏതായാലും വളരെ നന്നായി എന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ടായിരുന്നു. വർണ്ണ മറിച്ചായിരുന്നു എങ്കിൽ, വർണ്ണ പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിലല്ല, മറിച്ച് ഇവരുടെ വീട്ടിലാണ് താമസിക്കുന്നത് എങ്കിൽ, ഹം ജൈസെ അസ്തവ്യസ്ത്, ഹം ജൈസെ ഞങ്ങളെ പോലെയുള്ള അസ്തവ്യസ്ത് और അവ്യവസ്ഥിത ജനോംക ഞങ്ങളെ പോലെയുള്ള അടുക്കും ചിട്ടയും ഇല്ലാത്ത, അസ്തവ്യസ്ത് പറഞ്ഞാൽ അടുക്കും ചിട്ടയും ഇല്ലാത്ത ജനോം കാത്തോ ജീനാ ഹി ഹാറാം ഹോ ജായക ഞങ്ങളെ പോലെ അടുക്കും ചിട്ടയില്ലാത്ത ജനങ്ങൾക്ക് ജീവിക്കാൻ തന്നെ പ്രയാസമായിരിക്കും എന്നാണ് പറഞ്ഞത്.
ജീന ഹി ഹാരാം ഹോ ജായേഗ എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പ്രയാസമായിരിക്കും, ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് ലേഖകൻ ചിന്തിക്കുന്നു. എന്താണ് പറയുന്നത്? അമ്മായി ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നത് വളരെ നന്നായി, മറിച്ചായിരുന്നുവെങ്കിൽ ഞങ്ങളെ പോലെ അടുക്കും ചിട്ടയും ഇല്ലാത്തവർക്ക് ജീവിക്കാൻ പ്രയാസമായിരിക്കും എന്ന് ലേഖകൻ ചിന്തിക്കുകയാണ്. ऐसी ही सयानी बुआ के पास जाकर पढ़ने का प्रस्ताव जब मेरे सामने रखा गया तो मैंने साफ इनकार कर दिया. ഐസി ഹി സയാനി ബുവാ കെ പാസ്, ഇങ്ങനെയുള്ള സയാനി ബുവയുടെ അടുത്ത് ജാക്കർ പോയിട്ട് പഠനേക്ക പ്രസ്താവ്, അങ്ങനെയുള്ള സയാനി ബോയുടെ അടുത്ത് പോയിട്ട് പഠിക്കാനുള്ള പ്രസ്താവ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശം, പഠിക്കാനുള്ള പ്രസ്താവ നിർദ്ദേശം. ജബ് മേരെ സാമനെ രഖാഗയ, ജബ് എപ്പോഴാണോ, മേരെ സാമനെ എൻ്റെ മുന്നിൽ, രഖാഗയ വെക്കപ്പെട്ടത്, തോ എങ്കിൽ, മേംനെ ഞാൻ, സാഫ് ഇൻകാർ കർദിയ ഞാൻ വ്യക്തമായി നിരസിച്ചു. ഞാൻ അത് എന്ത് ചെയ്തു? വ്യക്തമായിട്ട് തന്നെ ഞാനത് നിരസിച്ചു. അതായത് എപ്പോഴാണോ ലേഖകന് സയാനി ബോയുടെ വീട്ടിൽ പോയി നിന്ന് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടിയത്, ആ അവസരം ലേഖകൻ പെട്ടെന്ന് തന്നെ നിരസിക്കുകയാണ് ചെയ്തത്. पर पिताजी मेरे पढ़ाई के विषय में इतने सतर्क थे कि उन्होंने समझा कर, डांट कर और प्यार दुलार से मुझे राजी कर लिया. पर पिताजी मेरी पढ़ाई के विषय में, പക്ഷേ പിതാജി മേരി പഠായി കെ വിഷയമേം, എൻ്റെ പഠന വിഷയത്തിൽ, എൻ്റെ പഠന കാര്യത്തിൽ, ഇത്തനെ സതർക്കതേ ഇത്രമാത്രം, എൻ്റെ പഠന കാര്യത്തിൽ ഇത്രമാത്രം എന്താ പറയുക, സതർക്ക് വളരെയധികം പക്ഷേ പിതാജി എൻ്റെ പഠന കാര്യത്തിൽ ഇത്തനെ സതർക്കത ഇത്രമാത്രം ജാഗരൂകനായിരുന്നു. സതർക്ക് പറഞ്ഞ ജാഗരൂകൻ, വളരെയധികം പഠന കാര്യത്തിൽ ഉത്സാഹമുള്ള ആളാണ്. മകൻ നന്നായിട്ട് പഠിക്കണം, അവൻ്റെ പഠന കാര്യങ്ങൾ നന്നായിട്ട് മുമ്പോട്ട് പോകണം എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അതുകൊണ്ട് തന്നെ ഉന്നോനെ സമച്ചാക്കർ, അദ്ദേഹം സമച്ചാക്കർ എന്നെ മനസ്സിലാക്കിച്ചു, അമ്മായിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലത് എന്ന കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക, എന്നെ മനസ്സിലാക്കിക്കുകയും, ഡാണ്ട്കർ, അപ്പം അങ്ങനെ പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ടാണ്ട്കർ ചീത്ത പറഞ്ഞു, ടാണ്ട്കർ ശകാരിച്ചിട്ടും, പ്യാർ ദുലാർസേ വളരെയധികം സ്നേഹത്തോടെ ഉപദേശിച്ചിട്ടും, പ്യാർ ദുലാർ പറഞ്ഞാല് വാത്സല്യത്തോടു കൂടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചു. അത് മനസ്സിലാക്കാത്തപ്പോൾ എന്ത് ചെയ്തു? ചീത്ത പറഞ്ഞു, ചീത്ത പറയുക, ശകാരിക്കുക എന്നൊക്കെ പറയും, ശകാരിച്ചു. അത് കഴിഞ്ഞിട്ടും അങ്ങനെ ചെയ്തിട്ടും ലേഖൻ വഴങ്ങുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്യാർ ദുലാർസെ വളരെയധികം സ്നേഹത്തോടെ, ലാളനയോടെ, വാത്സല്യത്തോടെ, മുജേ റാസി കർലിയ എന്നെ സമ്മതിപ്പിച്ചു, മുജേ രാസി കർലിയ എന്നെ അതിന് വേണ്ടിയിട്ട് സമ്മതിപ്പിച്ചു. അമ്മായിയുടെ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ സമ്മതിപ്പിച്ചു. ആര്? പിതാജി അല്ലേ? इसमें संदेह नहीं कि बुआजी ने बड़ा स्वागत किया, पर उनका जो रौद्र रूप मन पर छाया हुआ था. അതായത് ഇസ്മേ സന്ദേഹനേക്ക്, ഇതിൽ യാതൊരു സംശയവുമില്ല. സന്ദേഹം പറഞ്ഞാൽ സംശയം, ഇതിൽ യാതൊരു സംശയവും ഇല്ല. ഏത് കാര്യത്തിലാണ് സംശയമില്ല എന്ന് പറയുന്നത്? ബുവാജിനെ ബഡാ സ്വാഗതിക്കിയ, ബുവാജി എന്നെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്തു. पर उनका जो रौद्र रूप मन पर छाया हुआ था, പക്ഷേ അവരുടെ യാതൊരു രൗദ്ര രൂപമാണോ, വളരെയധികം നേരത്തെ അമ്മായിയെ കുറിച്ച് പറഞ്ഞ് കേട്ടത് വെച്ചിട്ട് ഒരു രൗദ്ര രൂപമാണ് അമ്മായിക്ക് ഈ ലേഖകന്റെ മനസ്സിലുള്ളത് അല്ലേ? മനസ്സിലുള്ള രൂപം ഒരു രൗദ്ര രൂപമായിരുന്നു. മൻപർ ഛായ ഹുവാദ, മനസ്സിൽ നിഴലിച്ചിരുന്നത്. ഉസ് മേം ഉൻകാ വഹ് പ്യാർ, അതിൽ അവരുടെ ആ സ്നേഹം,
തിരോഹിത് ഹോഗയ, കഹാം തിരോഹിത് ഹോഗയ, അത് എവിടെയാണ് നഷ്ടപ്പെട്ടത് എന്ന് അറിയുകയില്ല. അതായത് ബുവാജിയുടെ വീട്ടിലേക്ക് ലേഖകൻ പഠിക്കാൻ വേണ്ടിയിട്ട് ചെന്നു, അവിടെ നിന്ന് പഠിക്കാൻ വേണ്ടി ചെന്നു. ആ സമയത്ത് ബുവാജി ലേഖകനെ വളരെയധികം സ്നേഹത്തോടു കൂടി തന്നെയാണ് എന്ത് ചെയ്തത്, സ്വാഗതം ചെയ്തത് അല്ലേ. വീട്ടിലേക്ക് സ്വീകരിച്ചു, സ്വാഗതം ചെയ്തു. പക്ഷേ ബുവാജിയുടെ ഈ സ്നേഹപ്രകടനം സ്നേഹമായിട്ട് ലേഖകന് തോന്നിയില്ല. സ്നേഹം അത് മറ്റെവിടെയോ പോയി ഒളിച്ചു. കാരണം എന്താണ്, ലേഖകന്റെ മനസ്സിൽ ഈ ബുവാജിക്ക് ഒരു രൗദ്രരൂപമാണ് ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞു കേട്ടതനുസരിച്ച് ഒരു ഉഗ്രരൂപമാണ് നമ്മുടെ അമ്മായിയുടെ രൂപമായിട്ട് ലേഖകന്റെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മായിയുടെ സ്നേഹപ്രകടനമൊന്നും ലേഖകന് സ്നേഹമായിട്ട് തോന്നിയില്ല എന്നാണ് പറഞ്ഞത്. हाँ बुआजी के पति जिन्हें हम भाई साहब कहते थे, അതായത് ബുവാജിയുടെ പതി ഭർത്താവ്, ബുവാജിയുടെ ഭർത്താവിനെ ഹം ഞങ്ങൾ ബായി സാഹബ് കത്തേത്, ബായി സാഹബ് എന്നാണ് പറഞ്ഞിരുന്നത്. ബുവാജിയുടെ ഭർത്താവിനെ എന്താണ് ഇവർ വിളിക്കാറുണ്ടായിരുന്നത്, ബായി സാഹബ് എന്നാണ് പറയാറുണ്ടായിരുന്നത്. ബഹുത്ത് ഹി അച്ഛേ സ്വഭാവക്കെ വ്യക്തിയുടെ, ഈ ബായി സാഹബ് ബുവാജിയുടെ ഹസ്ബൻഡായിട്ടുള്ള ബായി സാഹബ് ബഹുത്ത് ഹി അച്ഛേ, വളരെ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയായിരുന്നു. ബഹുത്ത് അച്ഛേ സ്വഭാവം, വളരെ നല്ല സ്വഭാവമുള്ള വ്യക്തിയായിരുന്നു. और सबसे अच्छा कोई घर में लगा तो उनकी 5 वर्ष की पुत्री अन्नू. और सबसे अच्छा, അതിലും നല്ലത്, ആ വീട്ടിലെ ഏറ്റവും നല്ലത് എന്ന് പറയുകയാണെങ്കിൽ കോയി ഗർമേ ലഗാത്തോ, അങ്ങനെ ആരെങ്കിലും വീട്ടിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട് എങ്കിൽ, ലഗാർണ തോന്നുക, ലഗാത്തോ തോന്നിയിട്ടുണ്ട് എങ്കിൽ, ഉൻകി 5 വർഷക്ക് പുത്രി അന്നു, അങ്ങനെയുള്ളൊരു കുട്ടിയായിട്ട് ആരെയാണ് തോന്നിയത്, അവരുടെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകളായ അന്നു. ആ വീട്ടിലെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകളായ അന്നുവിനെയാണ് ആ വീട്ടിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയായിട്ട്, നല്ല ആളായിട്ട് ലേഖകന് തോന്നിയത്. മുझे सबसे अधिक तरह आता था अन्नू पर, എനിക്ക് സബ്സെ അധികം, വളരെയധികം, തരസ് ആത്താത, തരസ് ആന ദയ തോന്നിയിരുന്നു അന്നൂപ്പർ, അന്നുവിനോട്. ലേഖകന് അന്നുവിനോട് വളരെയധികം ദയ തോന്നിയിരുന്നു. കാരണം ഇത്രയും അടുക്കും ചിട്ടയും കൃത്യനിഷ്ഠയോടും കൂടിയിട്ട് ഒരു മിഷൻ പോലെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ തള്ളി നീക്കുന്ന വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന നമ്മുടെ ആ വീട്ടിലെ മകളായിട്ടുള്ള അന്നുവിനോട് ലേഖകന് ദയ തോന്നിയിരുന്നു എന്നാണ് പറയുന്നത്. ബഹ് ഇസ് നന്നീസി ഉമ്രമേഹി പ്രൗഡ് ഹോഗയിതി, അവള് ഈ ചെറിയ പ്രായത്തിൽ, നന്നീസി ഉമ്ര പറഞ്ഞാൽ ചെറിയ പ്രായം, ഈ വളരെ ചെറിയ പ്രായമാണ്, 5 വയസ്സേ ആയിട്ടുള്ളൂ അല്ലേ. ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രൗഡ് ഹോഗയിതി, അവൾ വളരെയധികം എന്താ പറയാ, പക്വതയുള്ളവളായിട്ടുണ്ടായിരുന്നു. പ്രൗഡ് ഹോഗയിതി, അവൾ വളരെയധികം പക്വതയുള്ള ഒരു കുട്ടിയായിട്ടുണ്ടായിരുന്നു. 5 വയസ്സ് മാത്രമാണ് പ്രായം. വളരെയധികം ചിരിയും കളിയും തമാശയും ഒക്കെ ആയിട്ട്, സംസാരമൊക്കെ ആയിട്ട് നടക്കേണ്ട പ്രായമാണ് അല്ലേ 5 വയസ്സ്. പക്ഷെ ആ സമയത്ത് അവൾ വളരെയധികം പക്വതയുള്ള ഒരു കുട്ടിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. പക്വത നേടിക്കഴിഞ്ഞ ഒരു കുട്ടിയായിരുന്നു അവള്. ന ബച്ചോം കാസ ഉല്ലാസ്, അവൾക്ക് കുട്ടികളെ പോലെയുള്ള ഉല്ലാസമില്ല. അതായത് 5 വയസ്സുള്ള കുട്ടിയാണ്, വളരെയധികം ഉല്ലാസത്തോടും ആഹ്ലാദത്തോടും ചിരിയും കളിയൊക്കെ ആയിട്ട് നടക്കേണ്ട പ്രായം. പക്ഷെ അതൊന്നും അവൾക്കില്ല. ന കോയി ചഹ് ചഹാ ഹട്ട്, അതുപോലെ തന്നെ ചഹ് ചഹാ ഹട്ട് പറഞ്ഞാൽ പക്ഷികളൊക്കെ ചിലയ്ക്കുക, അത് സന്തോഷത്തോടു കൂടി സംസാരിക്കുക. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ വളരെയധികം സംസാരിക്കൂലേ, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ മതി, അവൾ വളരെയധികം നന്നായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയായിരിക്കും ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ സംസാരിക്കേണ്ട പ്രായത്തിൽ അങ്ങനെയുള്ള സംസാരമൊന്നും ആ കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. സന്തോഷത്തോടു കൂടി സംസാരിക്കുന്നതിനാണ് ചഹ് ചഹാ ഹട്ട് എന്ന് പറയാം. അങ്ങനെയുള്ള സംസാരമൊന്നും ആ കുട്ടിക്കില്ല. അതുപോലെ തന്നെ ഉല്ലാസമില്ല, സന്തോഷമില്ല. ഏക്ക് അജ്ഞാത് ബൈസേ വഹുഗിരിരെത്തിരി, ഒരജ്ഞാതമായിട്ടുള്ള, അജ്ഞാത് അറിയാത്ത, എന്താണ് ഭയം എന്ന് അറിയില്ല, അങ്ങനെ അറിയാത്ത ഒരു ഭയം. ഭയം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ആ കുട്ടീനെ കണ്ട എന്തോ ഒരു ഭയം ആ കുട്ടിക്ക് വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗിരിരെത്തിരി, വലയം ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയെ വലയം ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്പോഴും ഒരു ഭയത്തോടു കൂടി ഇങ്ങനെ നടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അതിനെ തോന്നുന്നത്. വളരെയധികം പക്വതയുള്ള ഒരു, എന്തോ ആരെയൊക്കെയോ പേടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ്
ആരെ? അന്നു. അപ്പൊ അവളോട് ലേഖകന് ദയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. ഗർക്കെ ഉസ് വാതാവരൺ മേ മേരി ബി സാരി ഹംസി ഖുഷി മാരി ഗയി. ഗർക്കെ ഉസ് വാതാവരൺമേ, വീട്ടിലെ ഈ ഒരു ചുറ്റുപാടിൽ, വാതാവരൺ പറഞ്ഞാൽ ചുറ്റുപാട്, വീട്ടിലുള്ള ചുറ്റുപാട് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനെയുള്ളൊരു ചുറ്റുപാടുള്ള, ഇങ്ങനെയുള്ളൊരു അന്തരീക്ഷമുള്ള വീട്ടിൽ വന്ന ലേഖകനും ലേഖകൻ്റെ സാരി ഹംസി, എല്ലാ ചിരിയും, ഖുഷി സന്തോഷവും, മാരികയി മരിച്ചു. അതായത് ലേഖകൻ്റെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ നിലച്ചു ആ വീട്ടിലെത്തിയപ്പോൾ. यो बुआ जी की गृहस्थी हमें 15 वर्ष बीत चुके थे, पर उनके घर का सारा सामान देकर लगता था मानो सब कुछ अभी कल ही खरीदे थे. यो बुआ जी की गृहस्थी जमे 15 वर्ष बीत चुके थे. ബുവാജി ഗൃഹസ്ഥി, വീട്ടമ്മയായിട്ട്, അത് ഗൃഹഭരണം തുടങ്ങിയിട്ട് 15 വർഷം ബീത്ത് ചുക്കേതെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 15 വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവരൊരു വീട്ടമ്മയായിട്ട് വീട് ഭരിക്കാൻ തുടങ്ങിയിട്ട്. പർ ഉനിക്കെ ഗർക്ക സാരാ സാമാൻ ദേക്ക് കർ ലഗ്താദ, പർ പക്ഷേ, ഉനിക്കെ ഗർക്ക അവരുടെ വീട്ടിലെ, സാരാ സാമാൻ എല്ലാ സാധനങ്ങളും, ദേക്ക് കർ കണ്ടിട്ട്, ലഗ്താദ തോന്നിയിരുന്നു, മാനോ സബ് കുച്ച് പറഞ്ഞ എല്ലാം, അബി കൽ ഹി ഖരീദേദേ ഇപ്പോൾ വാങ്ങിയതാണ്, അതായത് ഇന്ന് വാങ്ങിയത് അല്ലെങ്കിൽ ഇന്നലെ വാങ്ങിയത്, അതിപ്പോൾ അങ്ങോട്ട് വാങ്ങിയതാണെന്ന് തോന്നും. അത്രയ്ക്കും തിളങ്ങുന്ന നല്ല സാധനങ്ങളാണ് വീട്ടിലുള്ളതൊക്കെ. വൃത്തിയോടെയും അതുപോലെ തന്നെ അടുക്കും ചിട്ടയോടെ ഒക്കെ വെച്ചിട്ടുള്ള സാധനങ്ങൾ. ഉനിക്കെ ഗർക്ക സാരാ സാമാൻ, അവരുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ദേക്കർ കണ്ടിട്ട് തോന്നുമായിരുന്നു. സബ് കുച്ച് അബി കൽഹി ഖരീദേദേ എല്ലാ സാധനങ്ങളും ഇന്നോ ഇന്നലെയോ വാങ്ങിയതാണോ എന്ന് തോന്നുമായിരുന്നു. वे सारे बर्तन स्वयं गडी होकर साफ करवाती थी. वे सारे बर्तन അവർ എല്ലാ പാത്രങ്ങളും, വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും, സ്വയം ഗഡി ഹോക്കർ സ്വയം നിന്നുകൊണ്ട്, സ്വയം ഉത്തരവാദിത്വത്തോടു കൂടി സ്വയം നിന്നുകൊണ്ട് തന്നെ, സാഫ് കർവാത്തീതി വൃത്തിയാക്കിക്കുമായിരുന്നു. ഏക് ബാർ ഏക് നൗക്കറിനെ ഒരിക്കൽ ഒരു വേലക്കാരൻ, ഏക് നൗക്കർ ഒരു വേലക്കാരൻ, സുരാഹി തോട് ദീദി, സുരാഹി പറഞ്ഞ കൂജ, വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന മൺകൂജ തോട് ദി പൊട്ടിച്ചു. ഉസ് ചോട്ടേസെ ചോക്കരേക്കോ, ഉസ് ചോട്ടേസെ ആ ചെറിയ, ചോക്കരെ പറഞ്ഞാൽ ആൺകുട്ടി, ആ ചെറിയ ആൺകുട്ടിയെ, ഉനോനെ ഇസ് കസൂർ പർ ബഹുത്ത് പീഡാത, അവര് ഈ കാര്യത്തിൽ, കൂജ പൊട്ടിച്ചു എന്ന കാര്യത്തിൽ, കസൂർ പറഞ്ഞാൽ അപരാധം, കസൂർ അപരാധം, ആ ഒരു അപരാധം, എന്ത് അപരാധമാണ് ആ കുട്ടി ചെയ്തത്? ഒരു കൂജ പൊട്ടിച്ചു അല്ലേ. ആ ഒരു അപരാധത്തിന് ബഹുത്ത് പീഡാത വളരെയധികം അടിച്ചിട്ടുണ്ടായിരുന്നു ആ കുട്ടിയെ, വേലക്കാരനായ കുട്ടിയെ വളരെയധികം പീഡ പറഞ്ഞാൽ അടിക്കുക, വളരെയധികം അടിച്ചിട്ടുണ്ടായിരുന്നു. തോട് ഫോഡ് സേ തോ ഉനെ സഖ്ത് നഫറത്ത് ദി, തോട് ഫോഡ് പറഞ്ഞാൽ ഓരോ സാധനങ്ങളൊക്കെ പൊട്ടിക്കൂലേ, പൊട്ടിക്കുക, നഷ്ടപ്പെടുത്തുക ഒക്കെ ചെയ്യുക, അതിനെയാണ് തോട് ഫോഡ്. പൊട്ടിക്കുക, നഷ്ടപ്പെടുത്തുക ഒക്കെ ചെയ്യുന്നതിനെ ഉനെ സഖ്ത് നഫറത്ത് ദി, അവർ സഖ്ത് ശക്തമായിട്ട്, നഫറത്ത് വെറുത്തിരുന്നു. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ പൊട്ടിക്കുക, നശിപ്പിക്കുക, ചീത്തയാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ആര് സഹിക്കുമായിരുന്നില്ല? ബുവ സഹിച്ചിരുന്നില്ല. അതൊക്കെ അവർ വളരെയധികം വെറുത്തിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. നഫറത്ത് ദി വെറുത്തിരുന്നു. बुआजी की अत्यधिक सतर्कता और गाने पीने के इतने कंट्रोल के बावजूद अन्नू को बुखार आने लगा. बुआजी की അത്യധിക സതർക്കത, ബുവാജിയുടെ വളരെ അധികമായിട്ടുള്ള ജാഗരൂകത, വളരെയധികം എല്ലാവരോടുള്ള ശ്രദ്ധ, എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധയുള്ള ആളാണ് ബുവാജി അല്ലേ. ഇത്രയധികം ശ്രദ്ധയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടും, ഗാനെ പീനേക്ക് ഭക്ഷണ കാര്യങ്ങളിൽ, ഗാന പറഞ്ഞാൽ തിന്നുക കുടിക്കുക എന്നാണ് ഗാന പീന പറഞ്ഞത്, അതായത് ഭക്ഷണ കാര്യങ്ങളിൽ ഇത്തനെ കൺട്രോൾ ബാവജൂദ് വളരെയധികം കൺട്രോൾ കൂടി, ഇത്രയധികം കൺട്രോൾ ചെയ്തിട്ടാണ് അവർ ഭക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് അല്ലേ. ശ്രദ്ധയോടുകൂടിയാണ് എല്ലാം ചെയ്തത്. അങ്ങനെയുള്ള വീട്ടിലെ, അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന അന്നുവിന് ബുക്കാർ ആനേലക, പനി പിടിച്ചു.
വളരെയധികം ശ്രദ്ധയോടുകൂടി വൃത്തിയോടും ശ്രദ്ധയോടും അടുക്കും ചിട്ടയോടും കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്ന ബുവാജിയുടെ മകളായിട്ടുള്ള അന്നുവിന് പനി പിടിച്ചു. सब प्रकार के उपचार करने कराने में पूरा महीना बीत गया. എല്ലാ പ്രകാരത്തിലുമുള്ള ചികിത്സ, ഉപചാർ പറഞ്ഞ ചികിത്സ, എല്ലാ പ്രകാരത്തിലുമുള്ള ചികിത്സ കർണേ കരാനെ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും അങ്ങനെ എന്താ പറയുക, പല പ്രകാരത്തിലുള്ള ചികിത്സയും ചെയ്യിപ്പിച്ചു. എന്നിട്ടും എന്താണ്, പൂരാ മഹീന ഒരു മാസം ബീത്തുകയ, ഒരു മാസം കഴിഞ്ഞു. ഉസ്കാ ബുക്കാറിന ഉദര, പക്ഷേ അവളുടെ പനി കുറഞ്ഞില്ല. ഉസേ ദേഖ്കർ മുജേ ലഗ്താക്കി, അവളെ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ആർക്കാണ് തോന്നിയത്? ലേഖകനിലെ. അവളെ കണ്ടപ്പോൾ ലേഖകൻ എന്താ തോന്നിയത്? ഉസ്കേ ശരീരമേ ജ്വർക്കേ കീടാണു നഹീം, അവളുടെ ശരീരത്തിൽ ജ്വർക്കേ കീടാണു, പനിയുടെ കീടാണു അല്ല ഉള്ളത്. ബുവാജി കെ ബൈക്കേ കീടാണു ദൗഡ് രഹേ ഹേ, ആ ബുവാജിയോടുള്ള ഭയത്തിന്റെ കീടാണു ആണ് അവളുടെ ശരീരത്തിൽ ഓടി നടക്കുന്നത് എന്ന് ലേഖകന് തോന്നി. അപ്പൊ ഈ കുട്ടിയുടെ പനി ഒരു മാസമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ ലേഖകന് തോന്നാണ് അവളുടെ ശരീരത്തിൽ പനിയുടെ കീടാണു അല്ല ഉള്ളത്, അമ്മായിയോടുള്ള ഭയത്തിന്റെ കീടാണു ആണ് ഉള്ളത് എന്ന് ലേഖകന് തോന്നാൻ തുടങ്ങി. ജോസേ ഗ്രസത്തെ ജാരഹേ ഹേ, അതാണ് അവളിൽ ഉള്ളത്, അങ്ങനെയുള്ളൊരു കീടാണു ആണ് അവളിൽ ഉള്ളത് എന്ന് ലേഖകൻ മനസ്സിലാക്കുകയാണ്. आखिर डॉक्टरों ने राय दी कि बच्ची को पहाड़ पर ले जाया जाए और जितना अधिक प्रसन्न रखा जा सके रखा जाए. भाई साहब के सामने एक विकट समस्या दी. ആഖിർ ഡോക്ടറോംനെ റായ് ദി, അവസാനം, ആഖിർ പറഞ്ഞ അവസാനം, അവസാനം ഡോക്ടറോംനെ ഡോക്ടർമാർ റായ് ദി അഭിപ്രായപ്പെട്ടു. അവരോട് അഭിപ്രായപ്പെട്ട കാര്യം എന്തായിരുന്നു? ബച്ചിക്കോ കുട്ടിയെ, പഹാഡ് പർ പർവ്വതത്തിൽ, ലേ ജായ കൊണ്ടുപോവുക, ജായേ ഔർ ജിത്തന അധിക പ്രസന്ന രഖ എത്രമാത്രം കുട്ടിയെ സന്തോഷത്തിൽ നിർത്താൻ പറ്റുമോ, ജാസകെ അത്രയും സന്തോഷത്തിൽ കുട്ടിയെ നിർത്തുക, കുട്ടിയെ സന്തോഷിപ്പിച്ച് നിർത്തുക. വീട്ടിൽ നിന്ന് മാറിയിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കുട്ടിയെ സന്തോഷത്തിൽ നിർത്തുക കുറച്ച് ദിവസം എന്ന് ആര് പറഞ്ഞു? ആ ഡോക്ടർ പറഞ്ഞു. ബായി സാഹബ് കെ സാമനെ, ബായി സാഹബിന് മുന്നിൽ, അതായത് ബുവാജിയുടെ ഭർത്താവിന് മുന്നിൽ, ഏക്ക് വികട് സമസ്യാദി, ഇതൊരു വികട് സമസ്യയായിരുന്നു ബുവാജിക്ക് മുമ്പിൽ. അതായത് ഇത് ആരോട് പറയണം? ബുവാജിയോട് പറയണം അല്ലേ. അപ്പം ബുവാജിയുടെ ഭർത്താവിന് മുമ്പിൽ അത് വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അമ്മായിയോട് പറയണം. അമ്മായിയോട് പറഞ്ഞാൽ അമ്മായി സമ്മതിക്കുമോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ, അമ്മായിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാനൊന്നും ആര് സമ്മതിക്കുകയുണ്ടാവില്ല? അമ്മായി സമ്മതിക്കുകയുണ്ടാവുകയില്ല. അമ്മയുടെ സ്വഭാവം അനുസരിച്ചിട്ട് അങ്ങനെയാണ് വരിക അല്ലേ. അതുകൊണ്ട് തന്നെ വളരെയധികം ആ പ്രശ്നത്തിൽ അകപ്പെട്ടത് ആരായിരുന്നു? ബായി സാഹബായിരുന്നു. അങ്ങനെ ബായി സാഹബ് ആ പ്രശ്നത്തിൽ വളരെയധികം വികടമായിട്ടുള്ള ഒരു സമസ്യയായിരുന്നു, ഒരു പ്രശ്നമായിരുന്നു ആ ഡോക്ടറുടെ അഭിപ്രായം. ആർക്ക്? ബായി സാഹബിന് അല്ലേ. ഇത്രയും ഭാഗം ആഖിർ ഡോക്ടറോനെ റായ് ദി കി ബച്ചി കോ പഹാഡ് പർ ലേ ജായ, അവസാനം ഡോക്ടർമാർ പറഞ്ഞു, അഭിപ്രായപ്പെട്ടു, ബച്ചി കോ പഹാഡ് പർ ലേ ജായ, കുട്ടിയെ പർവ്വതത്തിലേക്ക് കൊണ്ടുപോവുക, ഔർ ജിത്തന അധിക പ്രസന്ന രഖാ ജാ സകെ രഖാ ജായേ, എത്രമാത്രം സന്തോഷവതിയാക്കി നിർത്താൻ പറ്റുമോ അത്രയും സന്തോഷവതിയാക്കി നിർത്തുക. അതായത് കുട്ടിക്ക് വീട്ടിൽ നിന്നും കുറച്ച് മാറി നിന്നിട്ട് കുറച്ച് സന്തോഷം നൽകുക, ഒരു ചുറ്റുപാട് മാറി നിൽക്കുക, ഈ അന്തരീക്ഷത്തിൽ നിന്നും വിട്ട് വേറൊരു അന്തരീക്ഷത്തിൽ നിന്നിട്ട് ആ ഒരു മനസ്സൊക്കെ മാറി നല്ലൊരു സന്തോഷമുള്ളൊരു സാഹചര്യം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന് ഡോക്ടർ പറഞ്ഞു. ബായി സാഹബ് കെ സാമനെ ഏക്ക് വികട് സമസ്യാതി, ഇത് ബായി സാഹബിന് മുമ്പിൽ ഒരു വികടമായ പ്രശ്നമായിരുന്നു ഇത്. ബുവാജിയോട് പറയുകയാണെങ്കിൽ ബുവാജി അതിന് സമ്മതിക്കാൻ സാധ്യതയില്ല അല്ലേ. അത് ആർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു? ബായി സാഹബിന് അറിയാമായിരുന്നു. അപ്പം എങ്ങനെ ഈ പ്രശ്നം ബുവാജിയുടെ മുമ്പിൽ അവതരിപ്പിക്കും? അതെല്ലാം ആയിരിക്കാം ബായി സാഹബിന് അതൊരു പ്രശ്നമായിട്ട് തോന്നിയത്, ഡോക്ടർമാരുടെ അഭിപ്രായം പ്രശ്നമായിട്ട് തോന്നിയത് അല്ലേ. അപ്പം നമുക്ക് ഇത്രയും ഭാഗം
ഇന്ന് എടുക്കാം. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. കാരണം ഇത് വലിയൊരു ചാപ്റ്ററാണ്. ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. 2 പാർട്ടായിട്ടാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും 2 പാർട്ടും നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.